ചതക്കണേ സൂചിക്കണേ ഇത് ചതക്കണം തട്ടുമണിക്കുള്ളത് അല്ലേ? ഓഗസ്റ്റ് 12 രാവിലെ 7 മണിക്കുള്ള ഒരു കാഴ്ചയാണ്. അപ്പൊ ഇന്നലെ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും, കാരണം എത്രത്തോളം തിരക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് നേരെ മറിച്ചാണ്. ഇന്ന് വലിയൊരു തിരക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പ്രത്യേകിച്ച് ഇന്ന് ബാഹുബലിയും കൂടെയാണ്, പറയാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല തിരക്കൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. കാരണം ബലിയൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് എല്ലാ വർഷവും ഉള്ളത് തന്നെയാണ് മീനൊക്കെ വാങ്ങാനായിട്ട് വരുന്ന ഒരു കാഴ്ച. അയില കൊണ്ടുപോകുന്നുണ്ട്. വലയ്ക്കുള്ള എണ്ണ ചൂണ്ടയ്ക്കുള്ള അയില എന്നാണ് പറഞ്ഞത്. എല്ലാം തട്ടുപടിക്കുള്ള കണവയാണ് കേട്ടോ. ഓഗസ്റ്റ് 12 രാവിലെ 7 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് തട്ടുമണിക്ക് ചെറിയ സൈസ് കൊഴിയാള് മുതൽ ഉരുളുവാര്, പിന്നെ അയില, അങ്ങനത്തെ മീനുണ്ട്. വലയ്ക്ക് അതുപോലെ തന്നെയാണ് കേട്ടോ. വലയ്ക്ക് മീഡിയം സൈസ് അയിലയാണ്. ഓരോ കുട്ടയും വീതം വാരി എടുക്കുന്നുണ്ട്. വലയ്ക്കുള്ളതാണ് കേട്ടോ അയില. മീഡിയം സൈസ് അയിലയാണ്, വലിയ സൈസ് അല്ല. ഒരാൾ പിടിച്ചോ, അവിടെ കൊണ്ടു കൊടുക്കാം. 8 മണിക്കുള്ള കണവ വരുന്നുണ്ട്. ഇത് വലിയൊരു തിരക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പൊ ഇന്നലെ ഓഗസ്റ്റ് 11 രാവിലത്തെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് അറിയാം. കാരണം ഇവിടെ അടുപ്പിച്ചിരിക്കുന്ന വള്ളങ്ങൾ മാത്രം തന്നെയാണ് നിലവിൽ. വേറെ ഒരുപാട് വള്ളക്കാരൊന്നും ഇല്ല. ഏകദേശം ഒരു 4 വള്ളം വെയിറ്റിംഗ് ആണ്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇത് നമ്മുടെ ഫിഷ് ലാൻഡ് ആണ്. അതായത് മീനൊക്കെ ലേലത്തിൽ കൊടുക്കുന്ന നമ്മുടെ വിഴിഞ്ഞത്തെ റൈറ്റ് സൈഡുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ. എന്നാലും അത്യാവശ്യം ഒരു 100 കൂടുതൽ വള്ളക്കാർ കരയ്ക്ക് അടുപ്പിച്ച് വെച്ച് അവരുടെ മീനൊക്കെ ലേലത്തിൽ കൊടുക്കുന്നുണ്ട്. കൂടുതലും തട്ടുമടിക്കാരാണ്. തട്ടുമടിക്ക് പ്രധാനമായിട്ടും വാളയും, അത് മീഡിയം സൈസ് വാളയാണ്. അതുപോലെ കണവയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ വലയ്ക്ക് മീഡിയം സൈസ് അയലയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് റൈറ്റ് സൈഡ് നമ്മൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡ് ഉണ്ടോ, ഇവിടെ ഇടത് സൈഡ് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ആ ഒരു തിരക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്ത സമയം നമ്മൾ കൂട്ടുകാർ കണ്ടാണല്ലോ. ഇവിടെയൊക്കെ നിറയെ വള്ളങ്ങളായിരുന്നു, വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ കുറഞ്ഞ ഒരു 7-8 വള്ളക്കാർ മാത്രം. അതും തട്ടുമടിക്കുള്ള കണവ മീനൊക്കെ വാരിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ സൈസ് അയില, അതുപോലെ മീഡിയം സൈസ് വാള, അതൊക്കെ വാരിക്കൊണ്ടിരിക്കുകയാണ് തട്ടുമടിക്കാർ. ഇന്നലത്തെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് അറിയാമല്ലോ, കാരണം തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നലെ ഇതുപോലെ തന്നെയാണ്, കണവ തന്നെയാണ് പ്രധാനം. അതുപോലെ നെത്തോലിയായിരുന്നു ഇന്നലെ കൂടുതലുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നെത്തോലിയുടെ ഒരു അംശം പോലും ഇല്ലേ. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞുള്ള അവസ്ഥകളൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ബലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇന്നലത്തെ ഒരു കാര്യം പറയാനെങ്കിൽ നമ്മുടെ തമിഴ്നാട് വള്ളക്കാര് അവർക്കൊക്കെ മീനൊക്കെ വളരെ കുറവായിരുന്നു. 1000 രൂപ, 1500 രൂപ, 2000 രൂപയുടെ മീനൊക്കെ കൊണ്ട് വള്ളക്കാരൊക്കെ വന്ന കാഴ്ചയൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. കാരണം മെനഞ്ഞാന്നൊക്കെ തോണ്ടിക്കണ ഉള്ളത് കാരണം ഒരുപാട് വള്ളക്കാർ കണവയ്ക്കൊക്കെ പോയി കണ ഒന്നും കിട്ടാതെ തിരികെ വന്ന കാഴ്ച ഉണ്ടായിരുന്നു ഇന്നലെ.
അപ്പൊ ഇന്ന് ഒരുപാട് വള്ളക്കാരൊന്നും പണിക്ക് പോകാനായിട്ട് സാധ്യതയില്ലാന്ന് തോന്നുന്നു. കാരണം ഒരുപാട് തമിഴ്നാട് വള്ളക്കാരൊക്കെ വള്ളങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റുമേ. അപ്പൊ ഇതാണ് ഓഗസ്റ്റ് 12 തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ 7 മണിക്കുള്ള ഒരു കാഴ്ചയാണ്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞുള്ള ഒരു അന്തരീക്ഷമോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതായാലും നോക്കാം. അപ്പൊ മീനൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒന്നിൽ വീഡിയോ ഇല്ലെങ്കിൽ ലൈവായിട്ട് വരാം കേട്ടോ. ഓക്കെ എന്നാ.